എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഷോമോള് 5th സ്റ്റാൻഡേർഡിലേക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു ഡേ അത് ഇന്നലെ തൊട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം അമ്മി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം 2nd, 3rd, 4th ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 5th എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഷോമോൾക്ക് മാത്രമേ ക്ലാസ് ഓപ്പൺ ആയിട്ടുള്ളൂ. ഞാനിവിടെ നാളെയാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഷോമോൾക്ക് മാത്രം പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ ടിഫിൻ ബോക്സ് ഞാൻ ചപ്പാത്തിയും എഗ് റോളും കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഷോമോൾക്ക് അതൊക്കെയാണ് ടിഫിൻ ബോക്സിൽ ഇഷ്ടം. ദോശ ഇഡലിയൊന്നും അത്രയൊന്നും കഴിക്കത്തില്ല. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിപ്പിച്ചുവിടാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് കാടമുട്ടയില്ലേ, അത് പുഴുങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേക്ക് അധികം അങ്ങനെ വിശപ്പെടുത്തില്ല. ഇവരിപ്പോൾ ഒരു 6:45 പോയി കഴിഞ്ഞാൽ ഇവരുടെ ഫുഡ് കഴിക്കേണ്ടിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ 10:30 അപ്പോൾ അത്രയും നേരം ഒന്നും കഴിക്കാതൊക്കെ ഇരിക്കും. ഞാൻ കഴിവതും എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിപ്പിച്ച് രണ്ടുപേരെയും വിടത്തുള്ളൂ. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ആകുമ്പോൾ കുറച്ച് ഫില്ലാവുമല്ലോ. പിന്നെ പാല് രാവിലെ അതും കുടിച്ചിട്ട് പോവും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കണക്കാണ്. അപ്പം ഞാൻ എഗ്ഗ് സോസേജ് ഒന്നെങ്കിൽ എഗ്ഗോ അല്ലെങ്കിൽ സോസേജോ ഒക്കെയാണ്. ഇതിപ്പോൾ ചപ്പാത്തിയും എഗ് റോളും ഒക്കെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചേട്ടോ. ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ചീസൊക്കെ വെച്ചിട്ട് ഇത്രയും ദിവസമൊക്കെ അവധിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ തുടക്കം ആയതുകൊണ്ട് തന്നെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ. പിന്നെ ഷോമോൾക്ക് വലിയ പ്രശ്നങ്ങളില്ല. നന്നക്കുട്ടൻ്റെ സ്കൂളിൽ പോകുന്ന ടൈമിലാണ് എനിക്ക് കുറച്ച് ടാസ്കുകൾ. ഷോമോൾക്ക് പിന്നെ ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ടിഫിനായിട്ട് ഇതാണ് എടുത്തിരിക്കുന്നത്. 2 ചപ്പാത്തിയും എഗ് റോളും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഞാൻ കൊടുത്തു വിടും കേട്ടോ. കഴിവതും ഞാൻ ഫ്രൂട്ട്സാണ് കൂടുതലും കൊടുത്തു വിടുന്നത്. ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം വെച്ചത്. എത്ര പെട്ടെന്നാണ് പിള്ളേരുടെ ഓരോ വളർച്ചകളെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഷോമോളിൽ LKG കൊണ്ട് ചേർത്ത ആ ഒരു നിമിഷം. കണ്ണടച്ചതിന് മുമ്പാണ് പിള്ളേരുടെ വളർച്ചയൊക്കെ. ഇത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഓരോ സങ്കടം തോന്നുകയാണ്. അപ്പോൾ നന്നക്കുട്ടൻ ഞാൻ എഴുന്നേറ്റ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നക്കുട്ടൻ എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നന്നക്കുട്ടൻ അങ്ങനെ കുറേ നേരമൊന്നും കിടക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഷോമോള് നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ വിളിക്കണം. അപ്പോൾ ടിഫിനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഷോമോളെ വിളിക്കാമെന്ന് വിചാരിച്ചു. ഒരു 5:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആളെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമൊന്നുമില്ല. എഴുന്നേറ്റ് വന്ന് ബ്രഷെല്ലാം ചെയ്ത് വന്നിട്ട് ആളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പിന്നെ മുടി കെട്ടാൻ മാത്രം എന്നെ ഒന്ന് വന്നാൽ മതി. നമ്മുടെ ബഹറിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30 ഒക്കെ ആകുമ്പോഴാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉച്ച വരെയാണ്. ഒരു 2 മണി വരെയൊക്കെയാണ്, അല്ല 1:45 വരെയൊക്കെയാണ് ക്ലാസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെയാണ് കൊടുത്തു വിടുന്നത്. അപ്പം ഞാൻ ചായ ഇട്ടിട്ടുണ്ട്. പിന്നെ കഴിവതും ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കും കേട്ടോ. അപ്പം ഷോമോള് പിന്നെ കിടന്ന വിരിപ്പതൊക്കെ പിന്നെ അങ്ങ് ചെയ്തോളും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതൊന്നും ചെയ്യാത്തപ്പോൾ തന്നെ അതൊക്കെ ചെയ്യുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മുടി വാഷ് ചെയ്യത്തില്ല കേട്ടോ. ജസ്റ്റ് തലേന്നാണ് മുടിയൊക്കെ വാഷ് ചെയ്ത് വെക്കുന്നത്. അതല്ലെങ്കിൽ രാവിലെ ഉണങ്ങാൻ പാടാണ്. അതുകൊണ്ട് മുടി വാഷ് ചെയ്യത്തില്ല. പിന്നെ മുടി 2 സൈഡിലേക്ക് കെട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനും കൊണ്ട് ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇവർക്ക് ഓരോ വർഷവും ഇങ്ങനെ ഇവരുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമോ എന്നൊക്കെയുള്ള ആലോചന. ക്ലാസ്സില്ല. ഫസ്റ്റ് ഡേ വീഡിയോ എടുക്കണമെന്ന്, 2nd എടുത്ത് 3rd എടുത്ത് 4th എടുത്തില്ല. ഈ 5th വേണമെന്ന്. എന്താണ് പോ നാളെയാണ് അവിടെ അടി. ഇന്ന് സൈലന്റ് ആയിട്ടാ പോന്നെ. ന്യൂ ഷൂ, നോ ഷോക്സ്. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് അല്ല കറക്റ്റ് അല്ലേ. ശരി വാ ഇറങ്ങാം. പോ. എത്ര മണിക്കാ ബസ് വരുന്നേ? എത്ര മണിക്ക് ബസ് വരുന്നേ? 50-ക്കാണോ? അപ്പൊ 40 നേരത്തെ ഇറങ്ങിയോ? ആയിരിക്കും. കർച്ചിപ്പെടുത്തോ? എല്ലാം എടുത്തില്ലേ? ടിഫിൻ ബോക്സ്, റഫ് ബുക്ക് മാത്രമല്ലേ എടുത്തോളൂ. ഡയറി
അങ്ങനെ ചേച്ചി പോയല്ലേ, ഇനി നാളെ ഞാനിവിടെ. ഇന്ന് കുറച്ച് നേരത്തെയാണ് ബസ് വന്നത്. സാധാരണ 51 ഒക്കെ ആവും, പക്ഷെ ഇപ്പൊ 49 ആകുമ്പോൾ ബസ് വന്നു. അത് ഈ ചെറുതുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ചെറുതുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. അപ്പൊ ഇനി വരുത്തുള്ള വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ? അല്ലേ എന്നോട്ടോ? ചേച്ചി ഇനി പോയിട്ടുണ്ട്, വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഭയങ്കര എക്സൈറ്റഡാണ് പോയിട്ടുള്ളത്. സ്വീറ്റി 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 ഇയാള് വന്ന് കാര്യം എങ്ങനെയുണ്ടായിരുന്നു പുതിയ ക്ലാസ്സൊക്കെ? ക്ലാസ് ടീച്ചർ ആരാ? അങ്ങനെ ഷേപ്രിയുടെ ഫസ്റ്റ് ഡേ അല്ലേ? വെരി ഹോറിബിൾ ആയിരുന്നു. പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയോ? സാക്ഷിയുണ്ടോ? സാക്ഷിയോ? ശരി, ഉണ്ട്. ആ, അപ്പൊ പുതിയ ഫ്രണ്ടിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്ന കേട്ട് അല്ലേ? അപ്പൊ ഇനി നാളെ തൊട്ട് ആരുടെയാണ്? നന്നുകുട്ടൻ. നാളെ നന്നുകുട്ടൻ്റെ ക്ലാസ് ആണ്. അപ്പൊ നന്നുകുട്ടനും ഡെയിലി ലൈഫ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ അടുത്ത നന്നുകുട്ടൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയ വീഡിയോ ഇട്ടുന്നവർക്ക് എല്ലാവർക്കും ബൈ.